എങ്ങനെയുണ്ടായിരുന്നു? എന്നോടാണോ ചോദിച്ചത്? അഭിനയിച്ച എന്നോടാണോ? ഇവരോടൊക്കെ അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കൈയടി. വെറുതെ പറയൽ കണ്ടിട്ടില്ലെങ്കിൽ മിസ്സാക്കരുത്. ഒരു സിംഗിൾ ഷോട്ട് ഒരു സാധനമുണ്ട്. പണം കാണുന്നവർക്ക് അത് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം. കണ്ണൻ മുതലാളിയായിട്ട് വന്നിരിക്കുകയായിരുന്നു. അത് പറയാലോ. ഇതിന് പറയാൻ വന്നോണ്ടിരിക്കാൻ പോലെ എല്ലാരും ഈ സിനിമ കാണുക. എമ്പുരാൻ നമ്മളെല്ലാവരും കണ്ടു. എമ്പുരാൻ കാണാത്തവര് എമ്പുരാൻ കാണുക. അതുപോലെ തന്നെ ഇത് മിസ്സാക്കരുത്. ഈ സിനിമ വിക്രം സാറിന്റെ നമ്മുടെ വീരധീരാശൂര ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. എമ്പുരാൻ കാണുക, ഒപ്പം ഇത് മിസ് ചെയ്യരുത്. ഉറപ്പായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് കേട്ടോ. അരുൺകുമാർ. അതെ അതെ, അതിന്റെ വേറൊരു ഇന്റർവ്യൂ തരാം. എന്നോടല്ല, അവരോട് ചോദിക്കേ. കണ്ട ആൾക്കാരോട്. ഇന്ന് 2 ഹിറ്റാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ആഗ്രഹിച്ചൊരു ഡയറക്ടർ. അതെ അതെ അതെ. പേഴ്സണൽ ഇമോഷൻ ഉണ്ടാവും. പിന്നെ അത് ഇന്ന് ആ തിയേറ്ററിനകത്തിരുന്ന് കണ്ട് അവര് കുറേ തമിഴ് ഓഡിയൻസ് റിലീസിന്റെ ഡിലേയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. എമ്പുരാൻ കണ്ട ആൾക്കാര് നമുക്കറിയാം. ഇനി രണ്ടുപേരുടെയും വിക്രം സാറിന്റെയും തുഷാരുടെയും ഒക്കെ മോളായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പടം കണ്ട് വിജയിപ്പിക്കുക. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. അവള് പെട്ടെന്ന് തന്നെ ആ ലാംഗ്വേജും ആ ഒരു സെറ്റും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഇനി അടുത്തൊരു തമിഴ് സിനിമ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് നല്ല നല്ല വിജയത്തിലേക്ക് കൈവരിക്കാനുള്ള അവസരങ്ങളാവട്ടെ. അടുത്ത റെട്രോ എന്ന് പറഞ്ഞ സൂര്യയുടെ സിനിമ, സൂര്യ സാറിന്റെ സിനിമ. പറയൂ വിശേഷം. റെട്രോ എന്നുള്ള മെയ് 1-ാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമയിൽ ഞാനുണ്ട്. അപ്പം അതും കാണുക. പിന്നെ ഈ വീരധീര സൂര്യ എന്നുള്ള ഫിലിം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. റിവ്യൂസ് ഒക്കെ നല്ല റിവ്യൂസ് അറിയിക്കുക. താങ്ക് യു. സുരാജ് അടിപൊളി. സുരാജിനെ നമ്മളെല്ലാവരും തമിഴ്നാട്ടിലേക്ക് പോവാ. അങ്ങനെ ഒരു വിഷമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാവരും അങ്ങോട്ട് പോകും. പണം കിടക്കാൻ അടിപൊളി, വേറെ ലെവൽ. അല്ല ഞാൻ പറയാം, അതൊരു പ്രത്യേക മൂഡില്ല. പടം മുഴുവൻ പോകുന്ന ഒരു ഇങ്ങനെ ഒഴുകിയൊഴുകിയാണ് പോകുന്നത്. ആ ഒരു സ്റ്റൈൽ നമുക്ക് കിടക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പഴയ വിക്രം, പഴയ ധൂളിലെ സാമിലെ വിക്രം വീണ്ടും കണ്ടു. അടിപൊളി അടിപൊളി കേട്ടോ. നമ്മുടെ പഴയ ധൂളിലെ സാമിലെ വിക്രത്തിനെ വീണ്ടും നമ്മൾ കണ്ട പോലെ അടിപൊളിയായിട്ടുണ്ട്. വിക്രം വേറെ ലെവലാണ്. അടിപൊളിയായിരുന്നു. ആ ഒരു ക്യാരക്ടർ നല്ലപോലെ ചെയ്യുന്നു. എന്നുവെച്ചാൽ ഒരു തമിഴ്നാടൻ ചെയ്യുന്ന പോലെ തന്നെ മലയാളികൾ പറയുന്നില്ല, സുധാകരൻ ചെയ്യുന്നത്. പിന്നെ ഡയറക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താ, നമ്മൾ ഔട്ട് ആൻഡ് ഔട്ട് മാച്ച് പടമല്ല, അതിൻ്റേതായ ലാഗുണ്ട്. പക്ഷേ ഓരോ ലാഗ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ഹൈ മൊമെൻറ്റ് വരും, പിന്നെ ലാഗ് വന്നിട്ട് പിന്നെ ഹൈ മൊമെൻറ്റ്സ്, അങ്ങനെ ഇതാണ്. ഒരു മാസ് പടമല്ല, ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ ആ ഒരു പടമാണ്. ഇത് ഓടുമെന്ന് എനിക്കറിയില്ല. ന്യൂട്രൽ ഫാൻസ് കിടക്കെ ഇത്ര ലാഗും പിന്നെ കുറച്ച് ഡ്യൂറേഷനും കൂടാതെ. ഡ്യൂറേഷൻ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആയിരുന്നു. നൈറ്റ് ഷോട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. മറ്റേ കൈതി പോലെ അത്രയും ഒരു ലെവൽ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. വിക്രം അടിപൊളി, അടിപൊളിയുണ്ട്. വിക്രത്തിൻ്റെ നടപ്പും ഡയലോഗ് ഡെലിവറി എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് പടത്തിൽ മേക്ക് ചെയ്തേക്കുന്നത്. എന്താ പറയുക, ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന പുള്ളിയുടെ ഡയറക്ടറുടെ പടം ചിറ്റ സൂപ്പർ മൂവിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു റേഞ്ച് പടം മസ്റ്റ് വാച്ച്. ഫുള്ള് നൈറ്റ് ഷോട്ടുകളാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു പടത്തിനോട് 95% നൈറ്റ് ഷോട്ടുകൾ തന്നെയാണ് വരുന്നത്. അത് പടത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൈദിയുടെ ഒക്കെ ഒരു വേറൊരു റേഞ്ച് ടൈപ്പ് രീതിയിലാണ് ക്യാരക്ടറെ മേക്ക് ചെയ്തേക്കുന്നത്. വിജയ് എന്താ പറയുക, വിക്രത്തിൻ്റെ വേറൊരു ലെവൽ പെർഫോമൻസ്. സോ തിയേറ്റർ വാശികളായിട്ട് ഒരു ഡൗട്ടും ഇല്ല. നമ്മളാളെങ്ങനെ ഉണ്ടായിരുന്നു? സുരാജ് പൊളിച്ചു. ഓഫ് കോഴ്സ് നല്ല പെർഫോമൻസ് തന്നെയാണ്. നല്ല പടമായിരുന്നു. എസ് എ സൂര്യ ഉണ്ട്. പെർഫോമൻസ് വൈസ് എല്ലാം ഓക്കെയാണ്. തിയേറ്റർ വാശികളായിട്ട് മസ്റ്റായിട്ട് വന്നുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം. ഏറ്റവും അടിച്ചു പൊളിച്ച ആരാണ് പെർഫോമൻസിനായിരുന്നു? ഓഫ് കോഴ്സ് വിക്രത്തിൻ്റെ വളരെ ഹാപ്പി ആയിട്ടാണ് പടം കണ്ടിറങ്ങിയത്. അത് തിയേറ്ററിൽ തന്നെ വന്ന് വാച്ച് ചെയ്യണം. ട്വിസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എൻഗേജ്ഡ് ആക്കാൻ പറ്റും. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതാണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. ഫണ്ണി ആയിട്ടുള്ള
ഇതായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്കിടെ ഗിഫ്റ്റ് കൊണ്ടു തരുമായിരുന്നു, ഓരോ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ എന്നെ കുറച്ച് എഴുതി, ഞാനത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കുറച്ച് എഴുതി, പിന്നെ അങ്ങനത്തെ കുറേ മെമ്മറീസ് എനിക്ക് ആ മൂവിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ അതിനെക്കാട്ടും സന്തോഷമായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ സീൻസൊക്കെ ഞാൻ വിചാരിച്ചു എന്നെ കാണിക്കൂലെന്ന്, പക്ഷെ എന്നെ നല്ലോണം സിനിമയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു അർണക്കിൾ സോ മച്ച്. എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം വിക്രം അങ്കിളുടെ കൂടെയാണ്. അപ്പം എനിക്ക് എത്ര ഷോട്ട് എടുക്കേണ്ടി വരും, എത്ര സീൻ എടുക്കണം, എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ പേടിയെല്ലാം മാറ്റി വെച്ച് എനിക്ക് പറഞ്ഞു തന്നെ എങ്ങനെയാണോ അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ അഭിനയിച്ചു. അത് കറക്റ്റായി, ഫസ്റ്റ് ഷോട്ട് തന്നെ കറക്റ്റായി. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. പിന്നെ ബാക്കിയെല്ലാം ഞാനൊക്കെ ചെയ്തു. ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അങ്ങനെ പിന്നെ സംസാരിക്കാറുണ്ട്. വിക്രമങ്ങൾ കുറെ മലയാളം സംസാരിക്കാൻ ട്രൈ ചെയ്യും, പക്ഷെ പറ്റാറില്ല. ഇല്ല, വിളിച്ചില്ല. ശരി.